എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എല്ലാവരും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മക്കാന. മക്കാനയ്ക്കകത്ത് ധാരാളം പ്രോട്ടീനുകളും ഫൈബറും അതുകൂടാതെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടായിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലഡു നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ മുടിക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ നമുക്ക് കൊടുത്തയക്കാനും പറ്റും. കുട്ടികൾക്കും ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പം മഖാന നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ആ ഒരു പാകം വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് റോസ്റ്റായിട്ട് വരും. എന്നിട്ടിത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ചൂടോടുകൂടി പൊടിച്ചെടുക്കേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ മുടിക്കും എല്ലിനും കാൽസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കറുത്ത എള്ള്. പിന്നെ അതേ അളവിൽ തന്നെ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ കയ്യിലുള്ള നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബദാമും പംകിൻ സീഡുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏതൊക്കെ സീഡ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ്, അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ശർക്കര ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുകി വന്നതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം വറുത്തെടുത്ത കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഈ നട്ട്സും മക്കാനയും എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എള്ള് നമ്മൾ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നില്ല, അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. മക്കാനയും നമ്മളുടെ കയ്യിലുള്ള ഏതൊക്കെ നട്ട്സാണോ ഉള്ളത് അതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളില്ലേ, അതിനകത്ത് പകുതി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്, ബാക്കി പകുതി പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് എങ്ങനെയാണോ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മൊത്തമായിട്ട് നമ്മൾ പൊടി പോലെയാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ചിങ്ങനെ കടിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് അതുപോലെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറിയ തേങ്ങയായാലും കുഴപ്പമില്ല. ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ തേങ്ങ ഒരുപാട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരുപാട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചൂടോടുകൂടിയല്ല ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഇളം ചൂടോടുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇതുവരെ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ശർക്കര ചേർക്കുന്നത്. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണ്, ഒട്ടും തന്നെ ഷുഗറും ശർക്കരയും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ശർക്കരയ്ക്ക് പകരം നമുക്ക് ഡേറ്റ്സ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഡേറ്റ്സ് ചേർത്തിട്ടില്ല. നമ്മളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത്, നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പീനട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഉണക്കമുന്തിരിയില്ലേ, റൈസിൻസ് ചേർത്ത് കൊടുക്കാം, കാഷ്യൂനട്ട്, ബദാം, ഫിഗ്, അങ്ങനെ എന്തൊക്കെയാണോ നമുക്കുള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഡെയിലി നമുക്ക് ഓരോന്ന് വെച്ച് കഴിക്കാം. പിന്നെ കുട്ടികൾക്കും ഇത് കൊടുക്കാം ഓരോന്നായിട്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി വെച്ച് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.